കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് കുപ്പം CH നഗറിൽ നിരവധി കുടുംബങ്ങൾ അപകട ഭീഷണിയിലാണ്. അവിടെ പ്രതിഷേധം നടക്കുകയായിരുന്നു. അവിടെ പോലീസുമായി ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, ചില തർക്കം നടക്കുന്നുവെന്ന് അരുൺ പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. അരുൺ, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഈ ദേശീയപാത നാട്ടുകാർ ഉപരോധിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇതിനൊരു പരിഹാരം, ഇവർക്ക് ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് ഇവർ കൃത്യമായി വാക്ക് നൽകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെത്തി നിങ്ങൾ പിരിഞ്ഞു പോകണം, ദേശീയപാതയിൽ ഇത്തരം ഒരു ഗതാഗത തടസ്സം ഉണ്ടാക്കരുത്, അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആ പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാൻ നാട്ടുകാർ തയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു എന്ന സാഹചര്യമാണ് ഉള്ളത്. വലിയ പ്രതിഷേധത്തിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് സംസാരിച്ച ഒരു കാര്യമില്ല. ഇവിടെ പരിഹാരം കാണേണ്ട അധികാരികൾ ഇതുവരെ വന്നിട്ടില്ല. 3/4 മണിക്കൂറായി ഇവിടെ ഉപരോധം നടത്തുന്നു. വന്ന പോലീസ് എന്താ പറയുന്നത്? ട്രാഫിക് മാത്രം, അതെല്ലാം നമുക്ക് വേണ്ട പരിഹാരം കാണണം. അവസ്ഥ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ താഴെ വന്നിട്ട് നോക്ക്, എന്നെങ്കിലേ ഇതിന്റെ അവസ്ഥ ഗൗരവം മനസ്സിലാവൂ. ഇവിടെ വന്നിട്ട് നിന്നിട്ട് അവിടെ വീട്ടിൽ കയറാൻ കഴിയാത്തൊരവസ്ഥയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, ആക്കാൻ കഴിയില്ല, അങ്ങനത്തെ എല്ലാ അവസ്ഥ ഇല്ലതാടാ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും എമർജൻസി അല്ല. റോഡ് ബ്ലോക്ക് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് എമർജൻസി. നമ്മളെ കടത്തി വിടൂല. നമ്മക്ക് ഇതിനൊരു പരിഹാരം കിട്ടാണ്. നമ്മൾ കടത്തി വിടാൻ സമ്മതിക്കൂല. നമ്മ കൊറേ പ്രാവശ്യം സമരം ചെയ്തതാണ്. എല്ലാ വീടുകളിലും ചെളിയും ഇപ്പൊ CH റോഡ് മൊത്തം വെള്ളം ചളിയുവാണ്. ഓരോ വീടുകളിലും വെള്ളം മാത്രമാണ് പോട്ടെ. മുമ്പ് പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് തവണ. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ചാല് വലിക്കുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് ഇവിടെ എഞ്ചിനീയർമാരോട് പറഞ്ഞതാണ്. എന്നിട്ട് അവര് പറഞ്ഞു ഇപ്പഴത്തെ വിടും, ഈ പ്രാവശ്യം വരൂല. ഇപ്പൊ വീണ്ടും അതുപോലെ തന്നെ വന്നു. ഇത് ഇപ്പൊ വെള്ളം കയറി കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് അന്വേഷിച്ചു? ഇല്ലില്ല, ആരും വന്നിട്ടില്ല. വില്ലേജ് ഓഫീസറും തഹസിൽദാറൊക്കെ വന്നു. ഈ നാഷണൽ ഹൈവേന്റെ ആരും വരണത്രേ, ഇതുവരെ വന്നിട്ടില്ല. പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം തുടരാനാണ്. ഇതിന് പരിഹാരം ആകുന്നത് വരെ നമ്മൾ തുടരും. ഇതിനൊരു പരിഹാരം കാണണം. നമുക്ക് ജീവിക്കണം. നമുക്ക് കുട്ടികളുണ്ട്, വയസ്സുള്ളവരുണ്ട്, രോഗികളുണ്ട്. നമുക്ക് ശാശ്വത പരിഹാരം വേണം. അത് എന്നാലേ ഈ വണ്ടിയെല്ലാം തിരിച്ചുവിടാൻ വിടും. പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നത് വരെ ഈ പ്രതിഷേധം തുടരും. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളമായി ദേശീയപാത സ്തംഭിച്ചു നിൽക്കുകയാണ്. നിരവധി വാഹനങ്ങൾ ഇപ്പോൾ രണ്ടു വശങ്ങളിലുമായി നിൽക്കുകയാണ്. പക്ഷേ ഇവർ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കൂടുതൽ പോലീസ് സംഘം, പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. CA ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവർ അതിന് തയ്യാറാവുന്നില്ല. ഇപ്പോൾ നമുക്ക് വാഹനങ്ങൾ കാണാം, നിരവധി വാഹനങ്ങൾ, അത്രത്തോളം ദൂരെ തന്നെ വാഹനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇവർ പറയുന്ന കാര്യം, ഇവർ ഇത് പലതവണ പരാതി നൽകിയതാണ്. പലതവണ ഈ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇവരുടെ ആശങ്ക അവർ പ്രകടിപ്പിച്ചതാണ്. അതായത് ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ട് മണ്ണിടിച്ച് ഇവിടെ തന്നെ കൂട്ടിയിടുമ്പോൾ സ്വാഭാവികമായും അത് വലിയ മഴ വരുന്ന ഘട്ടത്തിൽ അത് ഈ താഴേക്ക് കുത്തി ഒലിക്കുകയും ഈ മണ്ണിടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അവരുടെ വീടുകളിലേക്കാണ് ഇത് വരിക എന്ന കാര്യം കൃത്യമായി പറഞ്ഞതാണ്. ഈ ദേശീയപാതയിൽ നിന്നും ഏകദേശം 50 മീറ്റർ താഴെ മാത്രമാണ് ഇവരുടെ വീടുകളുള്ളത്. ഇന്നലെ നമ്മൾ അവിടെ പോയപ്പോൾ ആ വീടുകളിലെല്ലാം വെള്ളമുണ്ട്, വലിയ രീതിയിൽ ചളി, ഈ അടുക്കളയിൽ ഉൾപ്പെടെ ചളി കയറിയ സാഹചര്യമുണ്ട്. അപ്പോൾ
അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. വലിയ മഴ പെയ്യുമ്പോൾ ഈ മുകളിലുള്ള ഈ മണ്ണിടിച്ച ഭാഗം കൂടുതൽ ഇടിഞ്ഞ് ഇവരുടെ വീടുകളിലേക്ക് വീഴുമോ എന്ന ആശങ്ക ഇവർക്കുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. ഇതെങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ പോലീസിനും നിലവിൽ വ്യക്തതയില്ല. പോലീസ് ഇവരോട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകണം, ഈ സമരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ അവർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ കൃത്യമായി എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യം വ്യക്തമാക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്.